ജീൻസ് ബിസിനസ്സിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് പടിഞ്ഞാറൻ ഡൽഹിയിലുള്ള ഖയാല പ്രദേശം. 2 പതിറ്റാണ്ടിലേറെയായി ജീൻസ് പ്രശസ്തി അവർ നിലനിർത്തുന്നുമുണ്ട്. പ്രധാനമായും ഉത്തർപ്രദേശിൽ നിന്നും എത്തിയ നൂറുകണക്കിന് മുസ്ലിങ്ങളായ തുന്നൽക്കാരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അങ്ങനെ ജീൻസ് കച്ചവടം നല്ല രീതിയിൽ വളർന്നതോടെ 2021 ഖയാലയെ ഒരു വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖയാലയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും നിരവധി ആളുകൾ ഇതുപോലെ ജീൻസ് സംബന്ധമായ കുറെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായി ഒട്ടേറെ ഹോട്ടലുകളും അനുബന്ധമായ സ്ഥാപനങ്ങളും ഷോപ്പുകളും എല്ലാം ആ പ്രദേശത്ത് വന്ന് നിറഞ്ഞു. പണ്ടുകാലം മുതൽ ഈ ബിസിനസ്സിൽ ഇറങ്ങിയതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഈ മേഖലയിൽ മേൽക്കൈയും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഹിന്ദുക്കളും സിഖുകാരും ഒക്കെയായി പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഈ ജീൻസ് കച്ചവടത്തിലേക്ക് വന്നു. എന്നാൽ അടുത്തിടെയായി ഹിന്ദുത്വ വിഭാഗങ്ങൾ ജീൻസ് ജിഹാദ് എന്ന പേരിൽ ഒരു പ്രചാരണം ആരംഭിച്ചിരുന്നു. ജീൻസ് ബിസിനസ് വഴി മുസ്ലിങ്ങൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ഒഴിവാക്കുന്നു എന്നാണ് ഈ ആരോപണത്തിൽ പറയുന്നത്. BJP നേതാവും ഡൽഹി വ്യവസായ മന്ത്രിയുമായ മർജീന്ദർ സിംഗ് സിർസയും ഈ പ്രചാരണത്തിന് പിന്തുണ നൽകിയിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ജീവനക്കാരെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും ആണെന്നാണ് മന്ത്രി പറഞ്ഞത്. അതിനെ തുടർന്ന് പലതരം ലൈസൻസുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കടകളിൽ വ്യവസായ വകുപ്പ് റെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചു. ആ പ്രദേശത്ത് നിന്ന് ഒരു വിദേശിയെ പോലും പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനായിട്ടില്ല. എങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നിരവധി സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്യിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ ഖയാല മാർക്കറ്റ് ആകെ തളർന്നു കിടക്കുകയാണ്. നിരവധി സ്ഥാപനങ്ങൾ പൂട്ടുകയും ഈ തയ്യൽക്കാരെല്ലാം അവരുടെ നാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഒരു ബിരിയാണി കടക്കെതിരെയായിരുന്നു ആദ്യത്തെ ക്യാമ്പയിൻ തുടങ്ങിയത്. മുസ്ലിങ്ങൾ ചിക്കൻ കടകൾ തുടങ്ങിയതിനാൽ ഹിന്ദു പെൺകുട്ടികൾക്കും സിഖ് കുടുംബങ്ങൾക്കും ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഹിന്ദുക്കളെയും സിഖുകാരെയും ആ പ്രദേശത്ത് നിന്നും പറഞ്ഞുവിടാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും മന്ത്രി ആരോപിച്ചു. ചില ഹിന്ദി മാധ്യമങ്ങൾ ഇത് ജീൻസ് ജിഹാദ് എന്ന തരത്തിലും വാർത്തകൾ നൽകി. എന്നാൽ അവിടെയുള്ള പ്രദേശവാസികളായ സിഖുകാർ ഒരിക്കലും തങ്ങൾക്കെതിരെ പ്രതിഷേധം കാണിച്ചിട്ട് പോലും ഇല്ലെന്നാണ് 1999 മുതൽ ജീൻസ് ബിസിനസ്സിലുള്ള ആബിദ് ഖാൻ പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിൽ ഏറെയായി എന്തെങ്കിലും പരാതി പോലീസിന് കിട്ടിയിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും ആബിദ് ഖാൻ ആവശ്യപ്പെട്ടു. അവരുള്ള ജീൻസ് ബിസിനസ്സുകാരോട് പ്രദേശവാസികൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഹർചരൺ സിംഗ് കാൽസി എന്ന സെയിൽസ്മാനും പറയുന്നു. ആ പ്രദേശത്തെ ഭൂമി വില ഉയരാൻ ജീൻസ് മാർക്കറ്റ് സഹായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില യൂണിറ്റുകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു എന്നും ആബിദ് ഖാൻ പറയുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ ഏത് മാർക്കറ്റിലാണ് ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ ലൈസൻസ് ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കും. എന്തായാലും ഇവിടുത്തെ ഫാക്ടറികളിൽ ബംഗ്ലാദേശികൾ ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ് മാർക്കറ്റ് അസോസിയേഷനിലെ ശ്രീകാന്ത് പോർവാൽ എന്ന ആൾ പറയുന്നത്. ഇല്ലാത്ത ഒരു ജിഹാദ് ആരോപിച്ച് നല്ല രീതിയിൽ പോരുന്ന ഒരുപറ്റം ആളുകളുടെ ബിസിനസ് തകർക്കുകയാണ് ഇത്തരം ഹിന്ദുത്വവാദികളുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്.